ശ്രീധരൻ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെയും കാണുകയാണ്. എത്രത്തോളം ഭീതിപ്പെടുത്തുന്ന ഒരു ഭൂപ്രകൃതിയാണ് അവിടെ ഉള്ളത്. ഇപ്പോഴും മണ്ണിടിയാനുള്ള സാധ്യതയൊക്കെ ഇവിടെ നോക്കും തന്നെ നമുക്കത് വ്യക്തമാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഒപ്പം തന്നെ അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രതീക്ഷിക്കാനുള്ള വിവരം ലഭ്യമാകുന്നുണ്ടോ? കിട്ടി എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഇപ്പോൾ നേരത്തെ റഡാറിൽ സിഗ്നൽ കിട്ടിയതും. ഏതായാലും ഇത് ലോറിയുടേതാണോ എന്ന് കൺഫേം ചെയ്യുന്നതിന് കുറച്ചുകൂടി മണ്ണ് മാറ്റിയ ശേഷം അവിടെ പരിശോധിക്കുകയാണ്. ഏതായാലും അതീവ ദുഷ്കരം തന്നെയാണ് ഈ തിരുത്തൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ ഭീതിപ്പെടുത്തുന്നതാണ്. നോക്കൂ, അങ്ങ് അകലെ ആ കുന്നിടിഞ്ഞ് വന്ന ആ ഭാഗത്ത് നിന്ന് നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല, പല ഭാഗങ്ങളിലായി നിരവധി നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകി താഴേക്ക് വരുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെയാണ് ഈ താഴെ ഇങ്ങനെ മണ്ണ് ഇടിഞ്ഞതിന്റെ കൂടി കിടക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഏത് നിമിഷം വേണമെങ്കിലും ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്താൽ അതൊരു പക്ഷേ താഴേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാലാണ് ഇവിടെ അധികം നേരം നിൽക്കരുതെന്നും അധികം ആളുകളെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാതെയും ഒക്കെ പോകുന്നത്. നോക്കൂ, ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നിരവധി ആളുകൾ ഇവിടെ പല ഭാഗത്തായിട്ട്, ഇവിടെ മാത്രമല്ല ഈ മണ്ണിടിഞ്ഞ ഈ ഭാഗത്ത് ഈ 2 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നു. തൊട്ടപ്പുറത്ത് ഈ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തായിരുന്നു ദേശീയപാത 66 കടന്നു പോയിരുന്നത്. ഈ ഭാഗത്തുനിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കൂ, അവിടെയും വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അവിടെ നിന്നും മണ്ണ് മാറ്റിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിന് തൊട്ടപ്പുറത്താണ് ഈ ഗംഗാവാലി പുഴ ഒഴുകുന്നത്. ആ പുഴയിലും ഇപ്പോൾ പുഴയോരത്തും ഇപ്പോൾ പരിശോധനകൾ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഏതായാലും വലിയ തോതിലുള്ള സന്നാഹത്തോടു കൂടി തന്നെയാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, അതായത് ഈ രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ രക്ഷാപ്രവർത്തകരൊക്കെ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതീവ ദുഷ്കരം തന്നെ ഈ രക്ഷാപ്രവർത്തനം എന്നുള്ള കാര്യത്തിൽ. ഏതായാലും ഈ ഇടിഞ്ഞ മണ്ണിനിടയിലൂടെ വലിയ തോതിൽ നീർച്ചാലുകൾ ഒഴുകി വരുന്നുണ്ട്. അതൊരു നല്ല ലക്ഷണമല്ല. ജിയോളജിസ്റ്റുകളൊക്കെ പറയുന്നതനുസരിച്ച് വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത വളരെ അധികമാണ്. സ്ഥലം MLA ഇവിടെയുണ്ട്. അല്പസമയത്തിനകം തന്നെ കേന്ദ്രമന്ത്രി ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ ഇവിടെ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. വൈകാതെ തന്നെ ഈ ലോറി കണ്ടെത്താനാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് ഒരു 3 മണിക്കൂറായി ഒക്കെ ഏകദേശം ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന തുടങ്ങിയിട്ട് അതിൽ പല ഭാഗത്തുനിന്ന് സിഗ്നൽ ലഭിച്ചു. ഈ GPS സിഗ്നൽ കണ്ട ഭാഗത്തു നിന്നും സിഗ്നൽ ലഭിച്ചു എന്നാണ്, അല്ലെങ്കിൽ ആ സിഗ്നൽ വന്നു എന്നുള്ളതാണ് ഈ റഡാർ നോക്കി അല്ലെങ്കിൽ റഡാർ പ്രവർത്തിപ്പിച്ച വ്യക്തികളൊക്കെ പറയുന്നത്. ഏതായാലും വലിയ തോതിലുള്ള മണ്ണിടിച്ചിലായിരുന്നു. അതിന്റെ ഒരു ഭീകരത വെളിവാക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നീർച്ചാലുകളായി മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുന്നു. ഈ പ്രദേശത്താണ് ഈ ആളുകൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് ഇപ്പോൾ കാര്യമായി പരിശോധന നടത്തുന്നത്. ഇവിടെയാണ് ഈ സിഗ്നലുകൾ വന്നത് എന്നാണ് ഈ വിദഗ്ധർ പറയുന്നത്. ഏതായാലും പരിശോധനകൾ ഇപ്പോഴും തുടരുകയാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് എവിടെയായിരുന്നു റഡാർ നേരത്തെ നമുക്ക് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയനുസരിച്ച് ലോറിയാകാം എന്ന് സംശയിച്ച ഒരു തരത്തിലുള്ള ഒരു സിഗ്നൽ സ്പോട്ട് ചെയ്തത്, ആ റഡാറിൽ പതിഞ്ഞത്, അതാണ് നമ്മളിപ്പോൾ ആ സ്ഥലമാണ് കാണുന്നത്. ആ സ്ഥലത്ത് നിന്നാണ് ശ്രീധരൻ തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെയായിരുന്നു അത്. പക്ഷെ അത് മറ്റെന്തുമാകാം എന്നുള്ളതാണ് നേരത്തെ ഉദ്യോഗസ്ഥൻ പറയുന്നത്. വിദഗ്ധനായിട്ടുള്ള അദ്ദേഹം പറയുന്നത് അതൊരു പക്ഷേ പാറക്കഷ്ണങ്ങളോ മറ്റെന്തെങ്കിലും ആകാം. അതെന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷെ അവിടെയാണ് ഇപ്പോൾ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള ഒരു തെരച്ചിൽ നടക്കുകയാണ്. ഒരു 20 അടിയോളം മണ്ണ് മാറ്റേണ്ടി വരും. അദ്ദേഹം ഒറ്റ നോട്ടത്തിൽ കണ്ട് അദ്ദേഹം പറഞ്ഞതാണ്. അതിനുള്ള ഒരു സാധ്യതയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. എന്തായാലും വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഏത് സമയത്ത് ഇളകി വീഴാൻ സാധ്യതയുള്ളൊരു മണ്ണാണ്. നമുക്ക് ആ മണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്
പൂർണ്ണമായിട്ടും ഇളകിയിരിക്കുകയാണ് മണ്ണ്. ഒപ്പം തന്നെ ഒരു മഴയൊക്കെ പെയ്താൽ അവിടെ എത്രത്തോളം ദുഷ്കരമാകും സാഹചര്യമെന്ന് നമുക്കറിയാം. മഴ മാറി നിൽക്കുന്നു എന്ന് തന്നെയുള്ളതാണ് വലിയ ആശ്വാസം. പക്ഷേ ഇന്നലെ പെയ്ത മഴയും ആ പ്രദേശത്തെ കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമാക്കുന്ന രീതിയിലേക്ക് ആ പ്രദേശത്തെ ആ മണ്ണിനെ അങ്ങനെ എത്തിച്ചിട്ടുണ്ട്. അവിടെ എവിടെയോ ആണ് ഒരു മനുഷ്യ ജീവനുള്ളത്. അർജുൻ മാത്രമല്ല, 3 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. അവർക്കായിട്ടുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. 5-ാം ദിനം ഈ രക്ഷാപ്രവർത്തനം എത്തി നിൽക്കുന്നു. ഒടുവിൽ മിനിയാന്നും അർജുൻ്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഇതിലൊരു വലിയ പ്രതീക്ഷയായി, വലിയ സാധ്യത. അർജുൻ ജീവനോടെ തന്നെ ഉണ്ട് എന്നുള്ളതിലൊരു സാധ്യതയായിട്ട് കുടുംബവും എല്ലാവരും പറയുകയും ചെയ്യുന്നതാണ്. എന്തായാലും പ്രതീക്ഷ കൈവിടാതെ തന്നെ അർജുനായിട്ടുള്ള കാത്തിരിപ്പിലാണ് കണ്ണാടിക്കൽ എന്ന ഗ്രാമം, അർജുൻ്റെ വീട്, അർജുൻ്റെ കുടുംബാംഗങ്ങൾ, അർജുൻ്റെ സഹോദരിയൊക്കെ സംസാരിക്കുന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. ആ പ്രതീക്ഷ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഒന്നടങ്കം, മലയാളികൾ ഒന്നടങ്കമുള്ളത്.